ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇത് കുമളി ടൗണിൽ നിന്നും ഓഫ് റോഡ് പോകുന്ന ജീപ്പിൻ്റെ പുറകെയാണ്. ഇന്ന് നമ്മൾ ഓഫ് റോഡാണ്, നമ്മുടെ ബൈക്ക് കൊണ്ട് ഓഫ് റോഡ്. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്, ആളുകളെ ആകർഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ പോകുന്നത് ആശ്രമം പറഞ്ഞ സ്ഥലത്തേക്കാണ്. ആശ്രമം ഒരു കാട്ടിനുള്ളിൽ കൂടെ ഒരുപാട് ദൂരം പോകണം. ആനയും പുലിയും കാട്ടുപോത്തും കടുവ എല്ലാം വരുന്നൊരു സ്ഥലം കൂടിയാണ്. ഇതിൽ കൂടെ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത അത്രയും ചെറിയ റോഡാണ്. കണ്ട ആ ജീപ്പ് പോകണ കണ്ട, ചാടി മറിഞ്ഞിട്ട് അതിലിരിക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം. അത്രയും ഒരു ഇതിലാണ് ആ ജീപ്പ്. അതായത് ഇവർ കറക്റ്റായിട്ടുള്ള ആ ഒരു റൂട്ടുണ്ട്, ആ റൂട്ടിൽ കൂടെ മാത്രമേ ആ വണ്ടി കൊണ്ടുപോകുള്ളൂ. ഒരു തരി അങ്ങോട്ടോ ഇങ്ങോട്ടോ അവർ മാറ്റി കൊണ്ടുപോകില്ല. അത്രയും ഡേഞ്ചർ പിടിച്ച വഴിയാണ്. കണ്ടോ, നോക്കി പോണ കണ്ട, വലിയ വലിയ മടകളും കല്ലുകളും. നമ്മളെ വണ്ടി ഇതിൽ കൂടെ എങ്ങനെ ഇവിടെ എത്തിയെന്ന് തന്നെ എനിക്ക് ഒരു പിടുത്തമില്ല. എന്തിനാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഈ സ്ഥലത്തിൽ നിന്നും വെറും 12 കിലോമീറ്റർ ഉള്ളൂ ശബരിമലയ്ക്ക്. ഇതിൻ്റെ ഈ മലയുടെ ഈ കാണുന്നതിൻ്റെ ബാക്ക് സൈഡാണ് ശബരിമല. പക്ഷേ അതിൽ കൂടെ അലോഡില്ല, ആർക്കും അതിൽ പോകാൻ പറ്റില്ല. ഗവിയും ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരിക്കലും ഇതിലെ ഗവിയിലേക്കും ഈ ശബരിമലയ്ക്കും അലോഡല്ല. കാരണം മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ്. കുറേ കാലങ്ങൾക്ക് മുന്നേ അത് ക്ലോസ് ചെയ്താണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 2 കടയുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കാൻ ലവായിട്ടുള്ള സാധനങ്ങൾ, സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടും. വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ മാങ്ങയും ജ്യൂസും അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ഇവിടെ 2 ചേട്ടന്മാരുണ്ട്, ഇവിടെ താഴെയുള്ളതാണ് അവരുടെ കടയാണ്. ഈ ഒരു കാഴ്ച വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. ഇത് കൊടും കാട്ടിൻ്റെ ഉള്ളിലാണ്. ആനയൊക്കെ വരും രാത്രി, ആന പുലി എല്ലാം ഇവിടെ വരും. ഇവർ രാവിലെ കട തുറക്കാൻ വരുന്ന ടൈമിൽ ഇവിടെ ആന നിൽക്കും അത്രേ. ഇവരെ കാണുമ്പോൾ ആന മെല്ലെ ഒഴിഞ്ഞു പോവും. അവരെ അറിയുമല്ലോ, ആന ഇന്ന മാതിരി ദിവസം ഇവിടെ വരുന്ന ആളുകളല്ലേ എന്നുള്ള ആ ഒരു രീതിക്ക് അവർക്ക് ഇവർ വരുമ്പോൾ തന്നെ ആന ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറും. ഇതാ ഈ ചേട്ടൻ ഇവിടെ അടുത്തുള്ളതാണ്, ഇതിൻ്റെ കുറച്ച് താഴെയുള്ളതാണ്. അതേപോലെ ഇപ്പുറത്തൊരു കടയുണ്ട്, ആ ചേട്ടനും അവിടെ താഴെയുള്ളതാണ്. എന്തിനാണെങ്കിലും അവരെ പരിചയപ്പെട്ടു. ആളുകളെല്ലാം പക്ക ഡീസൻ്റ്, പെരുമാറാനൊക്കെ അത്ര വരുന്ന ഈ പാർട്ടികളെ അവർ ഭയങ്കര ഇതായിട്ട് എന്താ പറയുക, അത്രയും ഇതായിട്ട് അവർ സ്വീകരിക്കും. ഇവിടെ ഒരു ദിവസം 1000 ജീപ്പുകളിലധികം ഇവിടെ വരും ടൂറിസ്റ്റിനെയും കൊണ്ട്. അത്രയും അതിമനോഹരമായൊരു സ്ഥലമാണിത്. അടിപൊളി ഒരു വൈബ് മേഖലയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാമിൻ്റെ ആ ഒരു ആകൃതിയിലാണ് ഈ ഒരു പുൽമേടുകളൊക്കെ കിടക്കുന്നത്. എന്ന് വെച്ചാൽ കിലോമീറ്റർ കണക്കിന് ശരിക്കും കൊക്കയും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കയറി മുകളിലേക്കും താഴേക്കും ഇറങ്ങി ഭയങ്കര സംഭവമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ ഒരു സ്ഥലം മിസ് ചെയ്യരുത്. ഇവർ രണ്ടുപേരെ പരിചയപ്പെട്ടു, ഒരാൾക്കാർ അടിപൊളിയാണ്.